അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നത്തെ ഇടുന്ന ഒരു കാളാഞ്ചി പിടിക്കുന്ന വീഡിയോ കേട്ടോ. കാളാഞ്ചി പിടിച്ചേക്കുന്നത് നമ്മളതേ ആറ്റത്തിൻ്റെ ജെല്ലി ബ്ലൂ എന്ന് പറഞ്ഞ ഷിമ്പിലാണ്. നല്ല അടിപൊളി ഒരു കാളാഞ്ചി ആയിരുന്നു ഈ ഒരു ഷിമ്പിൾ. നമ്മുടെ 125 mm ഷിമ്പ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടാക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിസിഫൺ എന്ന് പറഞ്ഞ റീലാണ്. അതിന് ഉപയോഗിച്ച ഒരു 300 സൈസ് റീലാട്ടോ. ഞാനിതും ഇതിൻ്റെ റിവ്യൂ നേരത്തെ ഇട്ടിട്ടുണ്ട്. അടിപൊളി റീലാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട്. കാളാഞ്ചി ഇടുന്നതിനാണ് ചെമ്പലിരിക്കാണെങ്കിൽ. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബ്രൈഡ് എന്ന് പറഞ്ഞാൽ ലൂഡാഡിയുടെ നെവർ ഫെയിൽ. പിന്നെ റോഡ് വരുന്നത് ഡൈവയുടെ ഫാൻറ്റം സ്നാപ്പർ. ഇത് വെച്ച് നമ്മൾ ഈ ഒരു കോംബോ സെറ്റപ്പിൽ ഒരു അടിപൊളി കാളാഞ്ചിനെ പിടിച്ചിരുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും നേരെ വീഡിയോ കണ്ടുക. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മൾ ഇപ്പോഴത്തെ കാസ്റ്റിങ്ങിലാണ്. കാളാഞ്ചിക്കാൻ ട്രൈ ചെയ്യുന്നത് നമ്മൾ രണ്ടുപേരും കൂടെ, വേറെ രണ്ടാൾക്കാരും ഇടുന്നുണ്ട്. റിവർ കുക്കർ ബ്രോ ഉണ്ട്, പിന്നെ പുള്ളി ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിൽ കണ്ടിന്യൂ ആണ്. ഒരു കാളാഞ്ചി നമുക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി ഇതിൻ്റെ പുറകെ ഇട്ടേക്കാം. ബ്രോ കളഞ്ചാന്ന് ഒന്ന ആ കളഞ്ച അധികമില്ല. പിന്നെ പോടാ, അത് മീൻ കയറുമോ നോക്കട്ടെ. ഓ കാളാഞ്ചി അടിച്ചു മോനെ, കയറുവാ നോക്കാം. ഓ ഇവിടെ ആ ചെറിയ ഉക്കടാ, കോരിക്കോ. ഓ കേറി മോനെ, കാളാഞ്ചി കയറി മോനെ. ഒളി ഹുക്ക് മറിച്ചവൻ, ഹുക്ക് പറഞ്ഞാൽ മറിഞ്ഞു പോയി. അതിന് പൊട്ടി ഹുക്കല്ല കയറി, ഹണികോമ്പ്. പൊളി മോനെ. അതേ കാളാഞ്ചി കയറിയിട്ടുണ്ട്. ഒരു 2 kg ഇട്ടാ പൊളി സാധനം. അതെ, ഡ്രാഗ് സൗണ്ട് ഞാൻ വിചാരിച്ച ഡ്രാഗ് സൗണ്ട് കൂടി ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ മറ്റേ ഓപ്ഷൻ ഉള്ളടാ, ആ തമ്പാറിൻ്റെ അവിടെയുള്ള റിലീസ് ചെയ്യാനുള്ള സ്പൂള്. ഇതിനകത്തൊരു ഹിഡൻ ഫീച്ചറുണ്ട്. ഞാൻ ചെയ്താൽ വേറൊരു റീല് ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് നമ്മൾ തമ്പാർ ഓപ്പൺ ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സ്പൂൾ അടക്കാനായിട്ട് ഇവിടെ ഒരു പോർഷൻ പൊങ്ങി വരുന്നുണ്ട്. ഇത് പ്രസ് ചെയ്താൽ മതി. ഉണ്ടോ? അതൊരു നല്ല ഫീച്ചറായിട്ട് നിൽക്കുക. കാരണം ഇത്രയും സൈസുള്ള റീലായതുകൊണ്ട് നമുക്ക് ഒരു കൈക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ സുഖമായിരിക്കും. ഇപ്പം എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ കൈക്ക് തന്നെ നമുക്ക് പ്രസ് ചെയ്യാം. അപ്പോൾ ഓക്കെ. ഓ ഗായ്സ്, നമുക്കൊരു കനം കാല് കഴിച്ചിട്ടുണ്ട്. കെട്ടി വേഗം പിടി. ഓ നിക്കള്ള. ഓ ഇല്ല, മാക്സിമം ടൈറ്റിൽ തന്നെ പിടിക്കാം. സൈസ് നോക്കിട്ടാ കാളാഞ്ചി. ഇല്ല. ഓ മുതലുണ്ട്. ഓ ഷിംബ. ഓ പൊളി സാധനം. ക്യാമറ ഓണാ. അയ്യോ
കുറച്ചുകൂടി ആ ഇതിന് സ്ക്രാച്ച് ഉണ്ടായിരുന്നു ലീഡർ ലൈനിന്. ആയില്ലടാ. ഓ പക്ഷെ വേറൊരു കേസുണ്ട്, അത് നിൽക്കണല്ലോ. ഓ ഒരു പോളി സാധനം ചമ്മി പോയേനെ. തൊഴണ്ട. സാറിനെ പുറത്തായിട്ട് വിടി. ഇങ്ങോട്ടല്ല, അങ്ങ പോട്ടെ വെള്ളം. ഓഹോ മീൻ നിക്കണില്ല മോനെ. പിന്നെ മീൻ നിൽക്കുമല്ലേ നല്ല പറഞ്ഞ കയ്യിൽ. അതും ലീഡർ ലൈന് ശോകമായിരിക്കും. അതിന് മേത്തറിഞ്ഞാലും പണിയാ. ഇനി വെള്ളം എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോക്കട്ടെ. അടി വന്നിടിച്ചല്ല. ഇതൊക്കെ ഓരടാ. നിക്ക് പണിയാ വലയ്ക്കകത്ത് കയറില്ല. ഇങ്ങനെ വരുമോ? അല്ല ഇപ്പട് എഞ്ചി പൊളി മൂത്തൊരു കാളാജി. എന്റെ മോനെ ഗോപുരം ഓഫായി പോയി ഇവിടെ കയറി കഴിഞ്ഞപ്പോ. കാളാഞ്ചി കയറി പോലെ. ഗൈസ് നമ്മുടെ രണ്ടാമത്തെ കാളാഞ്ചിയുടെ രണ്ടാമത്തെ കയറിയൊക്കെ സൈസ് വെറുതെ ഇടങ്ങിയ സാധനം. നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കയറ്റിയൊരു കാളാഞ്ചി. യെസ്, നീ മീനിനൊന്ന് കാണിച്ചു കൊടുത്തേ. പൊളി ഫൈറ്റ് രക്ഷയില്ലട്ടാ. എന്റെ മോൻ ഇത്ര നല്ല എൻജോയ് ചെയ്ത്. സാറിന് അതിന്റെ ഹുക്കൊന്ന് നോക്കി, എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ആ സാധനം ഒന്ന് നോക്കി. ആ അതെ, കാളക്കൂട്ടം പോലെ കെട്ട് പട്ടം കെട്ടോ എങ്ങനെ കെട്ടോ. ഉറപ്പായിട്ട് അങ്ങനെ 250 അത് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്തതാ. വീഡിയോ എടുത്ത സാറ. എന്റെ ഫസ്റ്റ് വലിയ കളഞ്ച എടുക്കും.
അപ്പോൾ അത് ഗായ്സ് നമുക്കൊരു മുതലടിച്ചിട്ടുണ്ട്, ഒരു ഹെവി സാധനം. എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയൊരു മീനാണ് കേട്ടോ. സാധനത്തെ സൈസ് കാണാം നിങ്ങൾ. എന്റെ ലെങ്ത് ആയിട്ട് വെച്ചൊന്ന് കമ്പയർ ചെയ്താൽ മതി, കാളാഞ്ചിയുടെ സൈസ് തന്നെയാണ് ഇത്. നോക്കിക്കേ, ഒരു തടിയാൻ കാളാഞ്ചി അടിച്ചിട്ടുള്ള. എന്റെ ലിപ്പർ ഒടിഞ്ഞു പോയി. ലിപ്പറല്ല, നോക്കിയാ ഷിമ്പിലടിച്ചത്. നമ്മുടെ ആറ്റത്തിന്റെ ഷിമ്പാണ്. ലൂറൊക്കെ കാശ് ചെയ്ത് വിഷം വെച്ച് ഒന്നും അടിക്കണം. ഷിമ്പിലൊരു പണിയാക്കി നോക്കിയതാ. കാളാഞ്ചിയുടെ സൈസ് നോക്കി, മുതല് സാധനം അടിച്ചതിൽ എനിക്ക് അടിച്ചതിൽ ഏറ്റവും വലിയൊരു മീൻ. നല്ലൊരു ഫൈറ്റും തന്നു. അതിന്റെ വീഡിയോ എൻ്റെ കിടപ്പുണ്ട്. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. പോളിച്ചാണ്. നമുക്ക് ഇത് കൂടാണ്ട് ഒരു കാളാഞ്ചി കൂടി കിട്ടിയായിരുന്നു, നമ്മുടെ ബോക്സിനകത്ത് കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് കയറിയ മുതല്